പ്രിയമുള്ളവരെ, ജീവിത വിജയത്തിന് വ്യക്തിത്വ വികസനം അനിവാര്യമായ ഒരു ഘടകമാണ്. അപ്പോൾ എന്താണ് ഈ വ്യക്തിത്വ വികസനം? സാധാരണഗതിയിൽ ഇംഗ്ലീഷ് ഭാഷയിലുള്ള പരിശീലനമൊക്കെയായി ബന്ധപ്പെടുത്തി വ്യക്തിത്വ വികസന കോഴ്സുകളെ പറ്റിയുള്ള പരസ്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ ആദ്യം തന്നെ ഒരു ചെറിയ തെറ്റിദ്ധാരണ, ഇനി ഇംഗ്ലീഷ് പറയുന്നതാണോ വ്യക്തിത്വ വികസനത്തിന് ആധാരമായിട്ടുള്ള ഒരു ഘടകം? ഇനി അതല്ല, പാശ്ചാത്യമായ രീതിയിൽ വസ്ത്രധാരണം നടത്തുന്നതാണോ? പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ട് ഇൻസേർട്ടൊക്കെ ചെയ്ത് ടൈയുമൊക്കെ കെട്ടി കോട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വ്യക്തിത്വ വികസനമാകുമോ? ഇനി ഉയരം കുറഞ്ഞവർ ഒരു 2 ഇഞ്ചിൻ്റെ ഹീലുള്ള ഷൂസ് ഇട്ട് കഴിഞ്ഞാൽ വ്യക്തിത്വ വികസനമാകുമോ? ഭാരം കുറഞ്ഞ് മെലിഞ്ഞിരിക്കുന്നവർ ഈ കൊഴുപ്പ് കലർന്ന ആഹാരമൊക്കെ കഴിച്ച് തടി വെച്ച് കഴിഞ്ഞാൽ അത് വ്യക്തിത്വ വികസനത്തെ സഹായിക്കുന്ന ഒരു ഘടകമാണോ? അപ്പോൾ ഇങ്ങനെ പല സംശയങ്ങളും നമുക്കുണ്ട്. ഈ വ്യക്തിത്വ വികസനം എന്ന് പറയുന്ന വിഷയം ഇന്നൊരു പക്ഷേ 95% തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്യുന്ന സ്വകാര്യ മേഖലയിലുള്ള കമ്പനികൾ നടത്തുന്ന കൂടിക്കാഴ്ചകൾ, ഇൻ്റർവ്യൂകളിൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷനുകളിൽ ഈ ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റ് ഒരു വലിയ ഘടകമാണ്. അപ്പോൾ ജീവിത വിജയത്തിൽ അത് വ്യക്തി ജീവിതമാവട്ടെ, സാമൂഹ്യ ജീവിതമാവട്ടെ, ഔദ്യോഗിക ജീവിതമാവട്ടെ, എവിടെയും പ്രാധാന്യമുള്ള ഒരു സബ്ജക്റ്റായിട്ട് ഇത് മാറുന്നു. അങ്ങനെയാണെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ ഈ വ്യക്തിത്വ വികസനം? സംശയിക്കേണ്ട, ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നാം വികസിക്കുന്നത് നമുക്ക് എത്രത്തോളം സ്വീകാര്യത, ആ സ്വീകാര്യത എന്ന് പറഞ്ഞാൽ എത്രയധികം ആൾക്കാർ നമ്മളെ വിശ്വസിക്കുന്നു, നമ്മളെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്നവരുടെയും വിശ്വസിക്കുന്നവരുടെയും എണ്ണം കൂട്ടുന്ന ഒരു പ്രക്രിയയാണ് വ്യക്തിത്വ വികസനം. ഇതിനുവേണ്ടി നമ്മൾ ചില പരിശീലനങ്ങൾ നടത്തുന്നുണ്ടാവും. നമ്മുടെ ചിന്താഗതി പോസിറ്റീവായിട്ട് നമ്മൾ വളർത്തിയെടുക്കുന്നുണ്ടാവും. അതല്ലെങ്കിൽ ആശയവിനിമയത്തിനുള്ള കഴിവ് നമ്മൾ നേടുന്നുണ്ടാവും. മറ്റുള്ളവരോട് എങ്ങനെ നന്നായിട്ട് പെരുമാറാം, ഇടപഴകാം എന്നുള്ള രീതിയിൽ നല്ല ഇന്റർപേഴ്സണൽ സ്കിൽ നമ്മൾ വളർത്തിയെടുക്കുന്നുണ്ടാവാം. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വ്യക്തിത്വ വികസനത്തെ സഹായിക്കുന്ന ചില ഉപാധികളാണ്, ഉപകരണങ്ങളാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതൊക്കെ ഉപകരണമാക്കിക്കൊണ്ട് നാം ചെയ്യുന്നത് എന്താണ്? നമ്മളെ ഇഷ്ടപ്പെടുന്നവരുടെയും സ്നേഹിക്കുന്നവരുടെയും വിശ്വസിക്കുന്നവരുടെയും എണ്ണം കൂട്ടിയെടുക്കുക. അത് 10ൽ നിന്നും 20ഉം 20ൽ നിന്ന് 100ഉം 100ൽ നിന്ന് 1000ഉം 1000ൽ നിന്ന് 10,000ഉം ലക്ഷവുമൊക്കെയായി ഇത് മാറുമ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങളായിരിക്കാം, സുഹൃത്തുക്കളായിരിക്കാം, സഹപ്രവർത്തകരായിരിക്കാം, നമ്മളെ ഇഷ്ടപ്പെടുത്തുക, നമ്മളെ വിശ്വസിപ്പിക്കുക. ഇതാണ് വ്യക്തിത്വ വികസനം. സോ ഡെവലപ്പ് യുവർ സെൽഫ് ആസ് എ സക്സസ്ഫുൾ ഇൻഡിവിജ്വൽ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ലൈഫ്. താങ്ക് യു വെരി മച്ച്.